പിന്നെ പെൺകുട്ടികളെ ഒരു പ്രോപ്പർട്ടി, ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണ്, എൻ്റെ പടമാണ്, അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാണ്, ആ രീതിയിൽ ബിഹേവിയർ ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ദ മൈക്ക് അങ്ങനത്തെ ഹറാസ്മെൻറ്റ്, ചെറിയ ചെറിയ ഹറാസ്മെൻറ്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചെറിയത് ഞാൻ പറയുന്നത് ചെറുതല്ല, അവരുടെ ഒരു ഇംപ്രഷൻ എന്ന് വെച്ചാൽ ഈ കുട്ടി ലൂസ് ക്യാരക്ടേർഡാണ്. അത് ഞാനല്ല, എനിബഡി, ഏത് പെൺകുട്ടിയായാലും ശരി. ഇവളുടെ ക്യാരക്ടർ ശരിയല്ല, ആണുങ്ങളോട് സംസാരിക്കും, എന്തായിരിക്കും, അങ്ങനത്തെ ഒരു ടാഗ് ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു സെറ്റില്. സോ ഈ സ്റ്റേജിൽ പോയിട്ട് മൈക്ക് എടുത്തിട്ട് എന്തൊക്കെയോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും ഓഡിയൻസിലിരുന്ന് ചിരിച്ചു. പക്ഷെ എൻ്റെ പ്രൊഡ്യൂസർ ബൈജു ഏട്ടൻ വന്നിട്ട് ഒന്നും വേണ്ട, കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൺസോൾ ചെയ്തത് എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. നിനക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ഇത്ര ഓപ്പൺ ആയിട്ട് ആണുങ്ങളോട് സംസാരിക്കുന്നത്? അതും ആണെങ്കിലെന്ന് വെച്ചാൽ ആര്, നമ്മുടെ സ്വന്തം ക്യാമറമാൻ ചേട്ടന്മാര്, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സിനോട് നിങ്ങൾ എന്താ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്? ഓ, ഡയറക്ടറും അവള് പോയി ഡയറക്ടറിന്റെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അരെ, ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ജഗദീഷ് ചേട്ടൻ. അബൌട്ട് ലൈഫ്, അബൌട്ട് യു ഗെറ്റ് ടു ലേൺ സോ മച്ച് ഫ്രം ഹിം. എല്ലാവരും എൻ്റെ പേര് അറിയുന്നത് ആങ്കറിങ്ങിലൂടെയാണ്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്പെഷ്യൽ ഫോർ മീ. അതെപ്പോഴും എനി ഓപ്പർച്യൂണിറ്റി ആങ്കറിങ്ങിന് വേണ്ടി കിട്ടിയാൽ ഞാനത് എടുത്ത് ചെയ്യും. ക്യാമറയ്ക്ക് മുന്നിൽ കലാകാരി എന്ന നിലയിൽ കൈവയ്ക്കാത്ത മേഖലയിൽ വളരെ വിരളം. അത്തരത്തിലൊരു അതിഥിയാണ് ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെ പറയിൽ കൂടെ ചേരുന്നത്. വലിയൊരു ഇൻട്രോയുടെ ആവശ്യമുണ്ട്, കാരണം വാക്കുകൾക്ക് അതീതമാണ്. പക്ഷെ ആ ഒരു ഇൻട്രോ അദ്ദേഹത്തിലോട്ട് തന്നെ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. കാരണം മറ്റാരും അല്ല, ശ്രുതി മേനോൻ. കാരണം ഇൻട്രോ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് പറയാൻ തന്നെ കാരണം ഓൾറെഡി ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം മലയാളം ആക്ച്വലി ഒരു ബെസ്റ്റ് ആങ്കർ ആയിട്ട് ഓർത്തെടുക്കുന്ന പേരുകളിൽ ആദ്യത്തെ ഒരാൾ കൂടിയാണ് അല്ലേ? കാരണം മിനി സ്ക്രീനിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു അവതാരകയായിട്ട് കണ്ടു തുടങ്ങിയതാണ്. പിന്നെ ആക്ട്രസ്സായി, ഡാൻസറായി, മോഡലായി, അങ്ങനെ ആക്ച്വലി ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏതൊക്കെ മേഖലയിൽ അതിന്റെ പ്രാവീണ്യം തെളിയിക്കാൻ പറ്റിയതിലൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പറ ആക്ച്വലി തുടങ്ങി വെക്കുന്നത് ശ്രുതി മേനോനിലൂടെയാണ്. അപ്പൊ കുറേയേറെ കലയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളതിനോട് എത്തുമ്പോൾ ശരിക്കും ഈ ഒരു ഷോ തുടങ്ങി വെക്കുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിലൂടെ തന്നെ തുടങ്ങി വെക്കണം എന്നുണ്ടായിരുന്നു. സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അങ്ങനെ പറ ശ്രുതി മേനോനിലൂടെയാണ്. സോ ഞങ്ങൾക്ക് അതൊരു ഇൻട്രോ ഇവിടെ നിന്ന് തന്നെ ആവട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച്. എത്രത്തോളം നല്ല നല്ല വേർഡ്സ് ആണ് രോഹൻ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യാഥാർത്ഥ്യമല്ലേ? പക്ഷേ ആങ്കറിങ് ഞാൻ തുടങ്ങിയത് എൻ്റെ ആക്ച്വൽ എന്താ പറയാ, എല്ലാവരും എൻ്റെ പേര് അറിയുന്നത് ആങ്കറിങ്ങിലൂടെയാണ്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്പെഷ്യൽ ഫോർ മീ. അതെപ്പോഴും എനി ഓപ്പർച്യൂണിറ്റി ആങ്കറിങ്ങിന് വേണ്ടി കിട്ടിയാൽ ഞാനത് എടുത്ത് ചെയ്യും. ആബ്സല്യൂട്ട്ലി. ശരിക്കും ഈ തുടങ്ങി വെക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്ന വിശേഷങ്ങളിൽ ഈ ആക്ട്രസ് ഉണ്ട്, ആങ്കർ ഉണ്ട്, മോഡൽ ഉണ്ട്, ഡാൻസർ ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ എപ്പോഴും ഈ ട്രാക്ക് തുടങ്ങി വെച്ചത് ഒരു കലാകാരിയിൽ നിന്ന് തുടങ്ങി വെച്ചത് ഇതിലായിരുന്നു ശരിക്കും? തുടങ്ങി വെച്ചതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ലൈഫിൽ, ജീവിതത്തിൽ എന്താ സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ പാടാൻ തുടങ്ങിയതായിരുന്നു ഞാൻ അറ്റ് ദി ഏജ് ഓഫ് 3, 3 വയസ്സിൽ. കാരണം എൻ്റെ ഫാമിലിയിൽ പ്രൊഫഷണലായ സിംഗേഴ്സ്, ട്രെയിൻഡ് സിംഗേഴ്സ് ഒക്കെ എൻ്റെ ഫാമിലിൻ്റെ, എൻ്റെ മദർ സൈഡിൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3-ാമത്തെ വയസ്സിൽ പാടാൻ തുടങ്ങി ആൻഡ് ഡാൻസും തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പാട്ടും ഡാൻസും വെച്ചു. അപ്പൊ ഈ പറഞ്ഞതിൽ ഒന്നും കൂടി കൂട്ടിച്ചേർക്കണം, സിംഗർ കൂടിയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ മാത്രം പാടാറില്ല, പക്ഷെ പാടിയാണ് തുടങ്ങിയത് അല്ലെ? ഇപ്പൊ പാടാറില്ല, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. എനിക്ക് പാട്ടിന്റെ കാര്യം പറയുമ്പോ ആക്ച്വലി മുല്ല സിനിമയില് അല്ലെ നല്ലൊരു വേഷമായിരുന്നു. അതിനൊപ്പം തന്നെ
അതിൽ ആ ഡയലോഗിനൊപ്പം പാടിയതിൽ അതെ. കൃത്യമായിട്ട് അത് ശ്രുതി തന്നെ പാടി എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ പാടിയതാണോ? അല്ല, ഞാൻ പാടിയതല്ല അത്. അല്ല. അത് പാടിയത് വേറെ ആയിരുന്നു, ഉം. ഡബിങ് ചെയ്തിട്ട്. പക്ഷേ പക്ഷെ ഭയങ്കര ഓൺ വോയിസ് ചെയ്ത ഒരു ഫീൽ അതെ, ഉണ്ടായിരുന്നു. ഓൺ വോയിസ് ചെയ്ത പോലെ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ആ. അത് സ്റ്റുഡിയോയിൽ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ്. ആണ്. പക്ഷെ ഒരു സിംഗർ ആണ് ആക്ച്വലി അതിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് സംവിധായകന് അറിയില്ലായിരുന്നോ? ലാൽജു സാറിനോട് ആവശ്യപ്പെട്ടിരുന്നു, ഇങ്ങനെ ഒരു പാട്ടിന് വേണമെങ്കിൽ ഞാൻ പാടുന്ന ഒരാളാണ്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ പാടുമായിരുന്നോ? ആ സമയത്ത് ഞാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പാടുമായിരുന്നു. ആ. പക്ഷെ ആ സമയത്ത് വളരെ ഫ്രഷർ ആയിരുന്നു ഞാൻ അഭിനയത്തില്. അങ്ങനെ Okay. ലാൽ സർ എന്ന ഡയറക്ടേഴ്സ് ഒന്നും ചോദിച്ചില്ല. പക്ഷെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ട് അല്ലേ? ആയിരിക്കും, എനിക്കൊരു മടി കൊണ്ട് ഞാനത് അത്രയും ആ വയസ്സിലൊരു എന്താ പറയാ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല, കോൺഫിഡൻസ് കുറച്ച് കുറവായിരുന്നു. അവ ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഇന്ന് ആരെങ്കിലും ചോദിച്ചാൽ 100% ഡെഫിനറ്റ്ലി റെഡിയാണ്. ഓ 100%. ഇപ്പൊ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേയേറെ എക്സ്പീരിയൻസുകൾ ഉണ്ട് അല്ലെ ഇൻഡസ്ട്രിക്കകത്ത് വരുമ്പോൾ. പക്ഷെ തുടങ്ങി വെക്കുന്ന ഇതേപോലെ ആങ്കറായിട്ടും ആക്ടറായിട്ടും ഡാൻസറായിട്ടും മോഡലായിട്ടും ഒക്കെ നിരവധി മേഖലകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് ഈ ഒരു വഴിയെ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടി അത് അനുഭവിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേയേറെ പ്രയാസങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന് കുറേയേറെ എക്സ്പീരിയൻസുകളുണ്ട്, കുറേയേറെ കോൺടാക്റ്റുകളുണ്ട്, ഈ ഇൻഡസ്ട്രി സുപരിചിതമാണ്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഒരാൾ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആക്ച്വലി എന്താണെന്നാണ് തോന്നുന്നത്? അയ്യോ, ഞാൻ ഇത്ര കരഞ്ഞിട്ടുണ്ട് അറിയോ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് സെറ്റില്. ആക്ഷൻ കട്ട് പറഞ്ഞിട്ട് കട്ട് ചെയ്തതിന്റെ ശേഷം ഒരൊറ്റ ഓട്ടം ബാത്റൂമിലേക്ക് പോയിട്ട് കരഞ്ഞിട്ട് കണ്ണൊക്കെ കഴുകിയിട്ട് പിന്നെ തിരിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പിന്നെ ഷോട്ട് എടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ നിന്ന് ബോംബെയിൽ നിന്ന് വന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടാവും. ഇവിടെ ബോംബെയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺ എന്ന് വെച്ചാൽ ആണും പെണ്ണും സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചാണ് കേരളത്തിൽ ആ സമയത്ത്. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, ആ സമയത്ത് ഞാൻ വന്ന സമയത്ത്. അപ്പം എൻ്റെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയ നേച്ചർ, എല്ലാവരോടും സംസാരിക്കും, ഹൈ ഫൈ കൊടുക്കും, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് ഐ തിങ്ക് എല്ലാവർക്കും തോന്നി ഇവളുടെ ക്യാരക്ടർ ശരിയല്ല, ആണുങ്ങളോട് സംസാരിക്കും, എന്തായിരിക്കും, അങ്ങനത്തെ ഒരു ടാഗ് ഉണ്ടായിരുന്നു. തുറന്നു പറഞ്ഞിരുന്നു ഇങ്ങനെ? ഓ, കുറെ എപ്പോഴെങ്കിലും ഈ ചോദ്യം സ്റ്റേജിൽ വെച്ചിട്ട് ഓൺ ക്യാമറ എന്നെ കളിയാക്കിയിട്ടുണ്ട്. വലിയ വലിയ ആക്ടേഴ്സ് കുറെ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ വെച്ച് കുറെ ജോക്സ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നിനക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ഇത്ര ഓപ്പൺ ആയിട്ട് ആണുങ്ങളോട് സംസാരിക്കുന്നത്? അതും ആണെങ്കിലെന്ന് വെച്ചാൽ ആര്? നമ്മുടെ സ്വന്തം ക്യാമറമാൻ ചേട്ടന്മാര്, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സിനോട് നിങ്ങൾ എന്താ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്? ഓ, ഡയറക്ടറും അവള് പോയി ഡയറക്ടറിന്റെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അതിലെന്താ തെറ്റ്? ഡയറക്ടറിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനത്തെ ഭയങ്കരമായിട്ട് അതൊന്നും ഞാൻ റിയലൈസ് ചെയ്തില്ല. കാരണം യങ് ഏജ്, ഓപ്പൺ മൈൻഡഡ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ വളർന്നത്. അപ്പം ഞാൻ റിയലൈസ് ചെയ്തില്ല. പിന്നെ ഈ വക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത് സ്ത്രീകളായിരുന്നു. പിന്നെ ഒരിക്കൽ അമ്മ വന്നു ഷൂട്ടിങ്ങിന് സമയത്ത്. മദേഴ്സ് കുറച്ചും കൂടി പെർസെപ്റ്റീവ് ആണല്ലോ. അവരിങ്ങനെ എന്നോട് പറഞ്ഞു, നീ ഓപ്പൺ ആയത് ഞങ്ങൾക്കൊരു ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഓപ്പൺ ഞാൻ എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി, എത്രയും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത് ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് ഹൗ പീപ്പിൾ ആർ പെർസീവിങ് യു ഹിയർ ഇൻ കേരള എന്ന്. പിന്നെ എൻ്റെ ആക്സെൻറ്റ് വെച്ചിട്ട് കുറേ കളിയാക്കി. മലയാളം ശരിക്കും പറയാൻ അറിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ മലയാളി, നമ്മുടെ കേരളത്തിലെ മലയാളി പെൺകുട്ടികൾ കുറവാണോ, നിങ്ങൾ ബോംബെയിൽ നിന്ന് മലയാളി കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെ എത്രയാ മേക്കപ്പ് അപ്ലൈ ചെയ്യുക, സ്ലീവ്ലെസ് ഇട്ടാ കുഴപ്പം, അങ്ങനത്തെ ഭയങ്കര ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് പറഞ്ഞു ചോദിക്കുമ്പോൾ എടുത്ത് ചോദിക്കാതെ വയ്യ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് തടസ്സം സ്ത്രീകൾ തന്നെയാണോ? ആയിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. ഇന്നലെ ഞാനിപ്പോൾ ഒരു പടത്തിന് പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെയും ഞാൻ പാർട്ടിയിൽ ഇതേ സംഭവത്തിനെ കുറിച്ച് സംസാരിച്ചു ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അസ്. ഞാൻ നോക്കുന്നത് വിമൻ, ഇത് മലയാളത്തിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് പറയാം ഐ ഡോണ്ട് നോ. പക്ഷെ വിമൻ ഷുഡ് ഫിക്സ് ഈച്ച് അതേഴ്സ് ക്രൗൺ എന്ന് വെച്ചാൽ ഞാനൊരു
ക്വീൻ ആയിട്ട് ഞാനൊരു ക്രൗൺ, വേറൊരു സ്ത്രീൻ്റെ ക്രൗൺ സ്ലൈറ്റ്ലി ടിൽറ്റഡ് ആണെങ്കിൽ അത് സ്ട്രേറ്റ് ആക്കണം എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അതായത് വി ഷുഡ് സ്റ്റാൻഡ് ആസ് എ കമ്മ്യൂണിറ്റി വി ഷുഡ്. ആൻഡ് നൗ യു ക്യാൻ സി കേരളത്തിൽ എത്ര പേര് ഫിലിം ഇൻഡസ്ട്രിയിലായാലും ശരി, ഒരു സ്ത്രീന് ഒരു പ്രശ്നം ഉണ്ടായാൽ ഓൾ ദ വിമൻ വിൽ കം ടുഗെദർ. അതാണ് എൻ്റെ ബലമായ ഒരു ബിലീഫ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് ആയിരുന്നു കുറെ മുമ്പിൽ. കാരണം പേട്രിയാക്കി ഈശ്വര ഇനിയിപ്പോ പേട്രിയാക്കിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ പോയാൽ എവിടെയാ സമയം? പക്ഷെ യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ കേസ് എനിമോർ. വി സ്റ്റാൻഡ് ബിഹൈൻഡ് വിമൻ. ആ ചിരിയിൽ ഭയങ്കരമായിട്ട് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ചിരിയിൽ, ഇപ്പൊ ചിരിക്കുന്ന ചിരിയിൽ. കാരണം നേരത്തെ തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് 20 വർഷം പുറകോട്ട് പോകുന്നതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ കരഞ്ഞിട്ടുണ്ട് എന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുന്നത് എടുത്ത വഴിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ ബാത്റൂമിൽ പോയിട്ട് കരയേണ്ടി വന്നിട്ടുണ്ട് സിറ്റുവേഷനിൽ എന്നുള്ളതാണ്. ഇത് ശരിക്കും സിനിമയായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അല്ലെങ്കിൽ ആങ്കറിംഗ് ഫീൽഡിലായിരുന്നു? സിനിമയായി രണ്ടും ആങ്കറിങ്ങില് ഞാൻ കോമഡി സ്റ്റാർസ് തുടങ്ങിയ ഡേ 1 ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു സെറ്റില്. സോ ഈ സ്റ്റേജിൽ പോയിട്ട് മൈക്ക് എടുത്തിട്ട് എന്തൊക്കെയോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും ഓഡിയൻസിലിരുന്ന് ചിരിച്ചു. പക്ഷെ എൻ്റെ പ്രൊഡ്യൂസർ ബൈജുവായിട്ടും കണ്ടു. പക്ഷെ ആ സമയത്ത് അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ബൈജുവായിട്ടും വന്നിട്ട് ഒന്നും വേണ്ട, കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കൺസോൾ ചെയ്തത് എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണൊക്കെ കണ്ണ് നിറഞ്ഞപ്പോൾ ബൈജുവായിട്ടും കണ്ടു. പക്ഷെ എല്ലാവരും, അതും മോസ്റ്റ്ലി എല്ലാവരും ആണുങ്ങള്, ഓൾ ദ മെൻ സിറ്റിംഗ് ഇൻ ദ ഓഡിയൻസ് എല്ലാവരും ചിരിച്ചു. ഇത്രയൊന്നും ചെയ്യരുത്. അത് റാഗിങ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും അത്തരം സിറ്റുവേഷനിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി അറിയാത്തതിന്റെ ആയിരുന്നു അത് സഡൻ ആയിട്ട് വന്നു, എല്ലാവരും ചിരിച്ചു. സി ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മേക്ക് എ ജോക്ക് അറ്റ് മൈ സെൽഫ്. എനിക്ക് അത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒത്തിരി ഉണ്ട്. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സോ സീരിയസ്ലി. പക്ഷെ ഡേ 1 ഇത്രയും വലിയൊരു ഷോ നമ്മൾ ആങ്കറിങ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ തന്നെയാണ് ഞാൻ അവിടെ ഞാൻ ആരും അറിയില്ല, നോ ബഡി. എല്ലാവരും ഞാൻ ഇന്ന് രാവിലെയാണ് ഫസ്റ്റ് ടൈം കണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഏജും കുറച്ച് കുറവാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ടെൻഷനിൽ പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും എടുത്തു വെച്ച് പറഞ്ഞാൽ, അതും വെറുതെ ചെറിയ ജോക്കൊന്നുമല്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് എന്നെ കുറിച്ച് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പേരെടുത്ത് വിളിച്ച് കളിയാക്കുക മൈക്കിൽ സ്റ്റേജിൽ നിന്നിട്ട്. സോ ഇറ്റ്സ് മനസ്സിൽ തട്ടും. ട്രാക്ക് തന്നെയായിരുന്നു 100%. മലയാളം കണ്ട ഏറ്റവും ഹിറ്റ് ഷോ കൂടിയാണ് ആക്ച്വലി വോഡഫോൺ അല്ലെ, കോമഡി സ്റ്റാർ. ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിലേക്ക് കിട്ടിയ സ്വീകാര്യതയും വളരെ വലുതായിരുന്നു അല്ലെ, ഒരു ആങ്കറായിട്ട് ഇത്രത്തോളം പോകും. പക്ഷെ എന്തുകൊണ്ട് അവിടെ പെട്ടെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ ആങ്കറായിട്ട് ശ്രുതി മേനോനെ കാണുന്നില്ല? ജഡ്ജസ് ആണെങ്കിലും ബാക്കി ക്രൂ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും അതേപോലെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട് ആങ്കറിനെ പെട്ടെന്ന് മാറ്റി? ഇതേ രീതിയിൽ സഹകരിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ തയ്യാറാവുന്നതുകൊണ്ടോ, എന്തുകൊണ്ടായിരുന്നു? എനിക്കറിയില്ല റോഹൻ, ടു ബി ഓണസ്റ്റ്. ഞാൻ ചോദിച്ചില്ല. ആ ഷോനെ കുറിച്ച് എനിക്കൊന്നും നെഗറ്റീവ് പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നെഗറ്റീവ് ഒന്നും ഇല്ല. ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അതൊരു വേറൊരു ആർട്ടിസ്റ്റ് കളിയാക്കിയത്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പക്ഷെ ദാറ്റ് ഷോ വോഡഫോൺ കോമഡി സ്റ്റാർസ് എനിക്ക് തന്നിരിക്കുന്നത് ഒത്തിരി കൂടുതൽ ഓൺലി പോസിറ്റീവ് മെമ്മറീസ് ആണ്, ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ അറിയുന്നത് കോമഡി സ്റ്റാർസ്. പിന്നെ ഞാൻ എയർപോർട്ടിൽ ഞാൻ ചിലപ്പോൾ കൊച്ചി ടു ബോംബെ ടു കൊച്ചി, ഞാൻ താമസിക്കുന്ന വീട് ബോംബെയിലാണല്ലോ. ആ സമയത്ത് എയർപോർട്ടിൽ കാണുമ്പോഴും എന്നോട് ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ മുകളിൽ ചെയ്യുന്നത് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫാൻസ് ആൻഡ് ഓഡിയൻസ് ആൻഡ് പബ്ലിക് യൂസ് ടു കം ടു മീ ആൻഡ് സേ ചേച്ചി ഇങ്ങനെ ഒന്ന് കൈ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ അത്രത്തോളം എന്നെ നോട്ടീസ് ചെയ്തത് കോമഡി സ്റ്റാർസിലൂടെയാണ്. അപ്പോൾ ഐ ഹാവ് ഓൺലി അമേസിങ് തിങ്സ് ടു സേ അബൌട്ട് കോമഡി സ്റ്റാർസ്. ആൻഡ് അവർ ആങ്കർ ചേഞ്ച് ചെയ്യാൻ ഇന്റേണൽ ഡിസിഷൻ ആണെങ്കിൽ ഓക്കെ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ ജഡ്ജസ് അവരെന്നെ തുടരുന്നു. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഓൾറെഡി ശ്രുതി മേനോനെ ആക്ച്വലി ജഡ്ജസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു
എന്നത് ഒരു കാരണമായിട്ട് കേട്ടിട്ടുണ്ട്, ശരിയാണോ? നോട്ട് അറ്റ് ഓൾ, നെവർ. ഞാൻ ഓൺ ക്യാമറ പറയാണ്, ഒരിക്കലും ഇല്ല. ഇതാരെങ്കിലും റൂമർ സ്പ്രെഡ് ചെയ്തതായിരിക്കും. കാരണം ജഗദീഷ് ഏട്ടൻ വാസ് ലൈക്ക്, എന്താ പറയുക, ജഗദീഷ് ഏട്ടനെ പെർഫോം ചെയ്യുമ്പോൾ, അവിടെ ജഗദീഷ് ഏട്ടൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീൻ റൂമിലിരുന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ, പാടുമ്പോൾ, എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ജഗദീഷ് ഏട്ടൻ. അബൌട്ട് ലൈഫ്, അബൌട്ട് യു ഗെറ്റ് ടു ലേൺ സോ മച്ച് ഫ്രം ഹിം. ഒരിക്കലും ഇല്ല. പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ ഒരിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈജു ഏട്ടൻ, ഇപ്പോഴും ബൈജു ഏട്ടൻ ഞാനും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. അങ്ങനെ പറഞ്ഞവർ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ ലൈ, ആബ്സല്യൂട്ട് ലൈ. അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അന്ന് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ടിരുന്ന അല്ലെ വ്യക്തിയായിരുന്നു കൂടിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അല്ലെ ഷോയ്ക്ക് കണ്ടക്ട് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് കിട്ടിയ അവസരങ്ങൾ വളരെ വലുതായിരുന്നു. നമ്മൾ വോഡഫോൺ കോമഡി സ്റ്റാർ പിന്നെ കണ്ടത് അതിൻ്റെ അടുത്തൊരു സീസൺ ഏകദേശം അല്ലെ 8 വർഷത്തോളമൊക്കെ നീണ്ട് ഇത്രത്തോളം ഹിറ്റായിരുന്നു. ശരിക്കും അടുത്തൊരു ആങ്കർ വരുന്നു, അവർക്ക് ഇത്രത്തോളം റീച്ച് കിട്ടുന്നു, ആ ഷോ ആ വ്യക്തിയുടെ പേരിലും കൂടി അറിയപ്പെടുന്നു എന്നുള്ളത്. ഇത് അറിയുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ സന്തോഷമാണോ, അത് എനിക്കുണ്ടായിരുന്ന അവസരം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ? ഒരിക്കലും ഇല്ല. എനിക്ക് ഞാൻ വോഡഫോൺ കോമഡി സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്ത ആ എക്സൈറ്റ്മെന്റ് എൻ്റെ അഭിപ്രായത്തിൽ ആരും ചെയ്യാൻ പറ്റിയിട്ടില്ല, ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല. ആരൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞാലും ശ്രുതി മേനോൻ ചെയ്ത് വെച്ച തട്ട് അല്ലേ? ആൾക്കാർ പറയട്ടെ, നിങ്ങൾ പറയൂ. ആ ഡെഡിക്കേഷൻ, ആ ഒരു എനിക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു വോഡഫോൺ സ്റ്റാർസിന് കൊടുത്തിട്ടുണ്ട്, 100% കൊടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ അത് ഞാൻ എന്താണ്, അതൊരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ബിക്കോസ് ഐ എം നോട്ട് എ ബാഡ് ഹ്യൂമൻ ബീങ്. പക്ഷെ ഞാൻ കോൺഫിഡൻസിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്തത്ര എത്തിയിട്ടില്ല. ഓൾസോ ഐ എം സോ സർപ്രൈസ്ഡ്. ഇപ്പോൾ രോഹൻ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഈ റൂമേഴ്സ്, ജഡ്ജസിൻ്റെ കൂടെ അഭിപ്രായ വ്യത്യാസം. കാരണം ജഡ്ജസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഷോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. യുനോ, അതായത് രാവിലെ തൊട്ട് തുടങ്ങിയ എനർജി ഈസ് ഹൈ. എല്ലാവരും ഒരുമിച്ച് ചിരിക്കും, കളിക്കും, പാട്ട് പാടും. അങ്ങനെ ഒരിക്കലും ഒന്നും വന്നിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ആ ഒരു കെമിസ്ട്രി ജഡ്ജസിന്റെ കൂടെ ആർക്കും കൊണ്ടുപോകാൻ പിന്നീട് പറ്റിയിട്ടില്ല. ഈ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പോകെ കുറെ കഴിയുമ്പോഴായിരിക്കും പലരും നമ്മൾ തിരിച്ചറിയുന്നത്. അത്തരത്തിലിപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വന്ന വഴിയിലെ കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചറിഞ്ഞത് ഇതായിരുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അത്തരത്തിൽ നമ്മളിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ പിന്നീട് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതായിരുന്നോ എന്നുള്ളത് പിന്നീട് നമ്മളായിരിക്കും അത് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നോ, അങ്ങനെ ട്രൈങ് ആയിരുന്നു എന്നുള്ളത് ഒരു പക്ഷെ കുറെ കഴിഞ്ഞ് തിരിച്ചറിയുന്നതായിരിക്കും. ശരി, ഇത്തരത്തിൽ എന്തെങ്കിലും ഓർത്തെടുക്കുന്ന സംഭവങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും അന്നേരം അറിയാതെ പിന്നീട്? തീർച്ചയായിട്ടും ഉണ്ട്. അഗൈൻ ഞാനൊരു ഫ്രണ്ട്ലി നേച്ചർ ആയൊരു പേഴ്സണാലിറ്റിയാണ്. പ്ലസ് കേരളത്തിൽ നല്ല എൻ്റെ ഞാൻ പഠിച്ചതും വളർന്നതും ബോംബെയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചർ ഷോക്കിൻ്റെ പോലെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഞാൻ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ആക്ടേഴ്സ്, സീനിയർ ആക്ടേഴ്സ്, വളരെ പോപ്പുലറായ ആക്ടേഴ്സ്, അവരുടെ ഒരു ഇംപ്രഷൻ എന്ന് വെച്ചാൽ ഈ കുട്ടി ലൂസ് ക്യാരക്ടേർഡാണ്. അത് ഞാനല്ല, എനിബഡി, ഏത് പെൺകുട്ടിയായാലും ശരി. പിന്നെ പെൺകുട്ടികളെ ഒരു പ്രോപ്പർട്ടി, ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണ്, എൻ്റെ പടമാണ്, അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാണ്, ആ രീതിയിൽ ബിഹേവിയർ ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്തിനാണ് ഇത്ര നാണം, നിനക്കെന്താ നാണം എന്ന് എന്തൊക്കെയൊക്കെ ഡയറക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നിനക്കെന്തിനാ ഇത്ര നാണം? അതും പബ്ലിക്കില് ഷൂട്ട് സെറ്റിൽ നിൽക്കുമ്പോൾ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ദ മൈക്ക് അങ്ങനത്തെ ഹറാസ്മെന്റ്, ചെറിയ ഹറാസ്മെന്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചെറിയത് ഞാൻ പറയുന്നത് ചെറുതല്ല, പക്ഷെ ഐ സേ സ്മോൾ. കാരണം ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നമ്മുടെ പെൺകുട്ടികൾ
ചിലപ്പോൾ ഹെറാസ്മെൻറ്റ് ഇതിനേക്കാളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കാളും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ റിയാക്ട് ചെയ്തിരുന്നു? ഞാൻ റിയാക്ട് ഇല്ല, റിയാക്ട് ചെയ്തില്ല, കരഞ്ഞു. അഗൈൻ ഐ വാസ് വെരി യങ്. ഒത്തിരി പേടിയുണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. ഒത്തിരി പേടിയല്ല, നല്ല റിയാക്ട് ചെയ്യാൻ പേടിയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സംസാരത്തിലും പ്രവൃത്തിയിലും വിട്ടുവീഴ്ചകൾ തയ്യാറില്ലേ, അല്ലെങ്കിൽ തയ്യാറായിക്കൂടെ, അതെന്തിന്റെ പ്രശ്നം? ഇപ്പോൾ നേരത്തെ ശ്രുതി സംസാരിച്ച വാക്കുകളിൽ നിനക്ക് നാണം ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് തന്നെ മറിച്ച് കേട്ടിട്ടുണ്ട്, നിനക്ക് എന്തിനാ നാണം എന്നുള്ളത്. ഇതിന്റെ രണ്ട് ഫേസും കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾ തയ്യാറായിക്കൂടെ എന്നുള്ള ചോദ്യത്തിൽ എന്ത് ട്രാക്ക്, എന്തായിരുന്നു അടുത്ത ഡിസിഷനോ മറുപടിയും എന്തായിരുന്നു? ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ നടന്നത് ഞാൻ പടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബാക്ക് ടു ബാക്ക് എനിക്ക് 2-3 years ഒത്തിരി പടങ്ങൾ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഐ വാസ് വെരി യങ്, ഐ വാസ് അത്ര മെച്ചോറിറ്റി ഉണ്ടായില്ല. ഇപ്പോൾ ആരും അങ്ങനെ സംസാരിക്കില്ല, സംസാരിച്ചാൽ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. പക്ഷെ ആ സമയത്ത് ഞാനത് ബോംബെയിലൊന്നും ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബോംബെയിൽ ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വളരെ ഡിഫറെൻറ്റ് എൻവയറൺമെൻറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്നു കേട്ടിട്ടുണ്ട്, പക്ഷെ ഐ വാസ് നോട്ട്, എൻ്റെ കൂടെ യുനോ ഈ ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഐ വാസ് നോട്ട് മെൻ്റലി പ്രിപ്പയർഡ്. അപ്പോൾ ചിലപ്പോൾ ഈ വക എക്സ്പീരിയൻസസിൻ്റെ കാരണം ആണ്, ഞാൻ പറഞ്ഞില്ലേ, വിമൻ ഫിക്സ് ഈച്ച് അതേഴ്സ് ക്രൗൺസ്. ചിലപ്പോൾ അതിൻ്റെ കാരണമാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അത് ഈ ഒരു ഹരാസ്മെൻറ്റ് കേസിനെ കുറിച്ച് ഞാൻ കേട്ടാലോ വായിച്ചാൽ എനിക്കറിയാം അത് മോസ്റ്റ്ലി അത് നടന്നിട്ടുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ശ്രുതി പറയുന്ന വാക്കുകളിൽ വ്യക്തമാണ്. ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ലൊക്കേഷനിൽ മാത്രമല്ല, അല്ലെങ്കിൽ സിനിമ സെറ്റുകളിൽ മാത്രമല്ല, ഇതല്ലാതെയും അവരുടെ എന്താ കളിപ്പാട്ടങ്ങളാണോ ഞങ്ങൾ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു അവസ്ഥ ഇപ്പോഴും മലയാള സിനിമയിൽ തുടരുന്നുണ്ട് എന്നാണോ കരുതുന്നത്? അത്തരത്തിലൊരു സൊസൈറ്റി ആണോ നമുക്ക് കാണാം ഫേസ് ചെയ്യുന്നത്? ഐ ഡോണ്ട് നോ. കാരണം ഞാൻ മലയാളം പടങ്ങൾ കുറച്ച് നാളായിട്ട് ചെയ്തിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വിട്ടു നിൽക്കാൻ ഇതൊരു കാരണമാണോ? അങ്ങനെയുണ്ടോ? അല്ല, കാരണം ഞാൻ ബോംബെയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ട് ആമസോൺ പ്രൈമിൽ. സോണി ലെവലിൽ വേറൊരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഒരു ഹിന്ദി പടം ചെയ്തു. അപ്പോൾ അവിടെ ബിസി ആയ കാരണം മാത്രമാണ്. ഇന്നും ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഓടി എല്ലാം വിട്ട് വരും. മലയാളം ദിസ് ഈസ് വേർ ഐ ഗോട്ട് മൈ ഐഡൻറ്റിറ്റി. ഞാൻ നിങ്ങൾ ഇത്രയും മനോഹരമായൊരു ഇൻട്രൊഡക്ഷൻ തന്നത്, അതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ആൻഡ് ഞാനിത് പറഞ്ഞാലും എല്ലാത്തിലും, എല്ലാ ഇൻഡസ്ട്രിയിലും റോഹൻ, എല്ലാ കോർപ്പറേറ്റിൽ പോയാലും ഈ വക കാര്യങ്ങൾ, ഹറാസ്മെൻറ്റ് കേസസ് എല്ലാത്തിലുമുണ്ട്. ദാറ്റ് ഡസൻറ്റ് മേക്ക് ഇറ്റ് ഗുഡ് ഓർ ബാഡ്, ഇറ്റ്സ് ജസ്റ്റ് റിയാലിറ്റി. പക്ഷെ അത് ഇൻഡസ്ട്രി വൈസ് ഒരു മാറ്റം വരുത്താൻ, ഈ ഇൻഡസ്ട്രിയിൽ മാറ്റം വരുത്തണം, ഇതിൽ മാറ്റം, അങ്ങനെയല്ല, ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തണം. അതായത് വിമൻ ഷുഡ് ഗെറ്റ് മോർ റെസ്പെക്ട്. തീർച്ചയായിട്ടും എപ്പോഴും സ്ത്രീകളായിട്ട് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കണ്ട പ്രിയപ്പെട്ടവരെപ്പോഴും, അല്ലെങ്കിൽ അത്രത്തോളം സജീവമായിട്ട് സിനിമകളിൽ നിന്നവരെ ഒരു പക്ഷെ പിന്നീട് വിവാഹത്തിന് ശേഷം അത്രത്തോളം സജീവമായിട്ട് സിനിമയിൽ കാണാറില്ല. ശരിക്കും ഇത്തരത്തിലെ ആക്ടേഴ്സിന്റെ ശരിക്കും 2 ഇന്നിങ്സ് ആയിട്ട് നമ്മൾ ഇപ്പോഴും കാണാറുണ്ട് അല്ലെ? വിവാഹത്തിന് മുമ്പ് ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് സജീവമാവാറില്ല. പലപ്പോഴും വിവാഹശേഷം ചിലപ്പോൾ ഭർത്താവിന് സമ്മതമില്ലാതെയോ വിടാതെയോ ആണെന്നുള്ളതായിരിക്കാം കിട്ടുന്ന ഉത്തരങ്ങൾ. ശരിയല്ലെങ്കിലും ഇതിന് കൃത്യമായിട്ട് ശ്രുതിമേനോൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വിവാഹശേഷം ഞാൻ സിനിമകളിൽ സജീവമല്ലെങ്കിൽ അതെന്റെ ഭർത്താവിന്റെ പ്രശ്നമല്ല, ഞാൻ തന്നെയായിരിക്കും റീസൺ എന്നുള്ളതാണ്. റൈറ്റ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? സോ തീർച്ചയായിട്ടും 20 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയിൽ നോക്കുമ്പോൾ അത്രത്തോളം എണ്ണം സിനിമകൾ ചെയ്തിട്ടില്ല. വിവാഹശേഷം വരുമ്പോഴും വളരെ എണ്ണം കുറവാണ്. ഇവിടെ ഇല്ലെങ്കിൽ മുംബൈയിലാണെങ്കിലും പുറത്താണെങ്കിൽ പോലും. എന്താണ് ഇതിന്റെ റീസൺ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഐ ഡോണ്ട് നോ. പക്ഷെ ഭർത്താവ് ഡെഫിനറ്റ്ലി അല്ല, മാരേജ് ഡെഫിനറ്റ്ലി അല്ല. ഈ സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയുന്നതും എൻ്റെ പെർട്ടിക്കുലർ കേസിൽ കറക്റ്റ് ആവാം. പക്ഷെ സ്ത്രീകൾ കല്യാണത്തിൻ്റെ ശേഷം സെക്കൻഡ് ഇന്നിങ്സ് പറയുന്നത് കുറച്ചൊന്നും ഔട്ട്ഡേറ്റഡ് ആണ്. ഔട്ട്ഡേറ്റഡ് ആയ ഒരു ടെർമിനോളജിയാണ്. ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ?
ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഫീൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഉണ്ട്. കേരളത്തിലൊക്കെ വരുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പടങ്ങൾ ചെയ്യുന്നത്. രോഹൻ പറഞ്ഞ പോലെ കുറച്ച് പടങ്ങളാണ് ചെയ്യുന്നത്, ഷോസ് അത്ര ചെയ്തിട്ടില്ല. സോ ഞാൻ എൻ്റെ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് ഇന്നിങ്സ്, ദാറ്റ് ഈസ് ഫോർ മീ ടു സേ. പക്ഷെ സ്ത്രീകൾക്ക് കല്യാണത്തിന്റെ ശേഷം സെക്കൻഡ് ഇന്നിങ്സ് ആണെന്ന് പറയുന്നത് ഇത് ആണുങ്ങളോട് ആരും ചോദിക്കില്ലല്ലോ. സിനിമയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സജീവമാകുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ഇതിലാണ്, റിമുനറേഷൻ ആണോ ഫെയിം ആണോ? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെ എങ്കിൽ റിമുനറേഷന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ? എനിക്ക് പേയ്മെന്റ് പ്രശ്നം, ബഡ്ജറ്റ് കുറവാണോ, ഞാൻ വന്ന് ചെയ്യാൻ തയ്യാറാണോ? ഞാൻ എത്ര ചെയ്തിട്ടുണ്ട് രോഹൻ, സോ മെനി പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് കുറവാണെങ്കിലും നല്ലൊരു കഥാപാത്രമാണെങ്കിൽ, നല്ലൊരു ടീമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇതൊന്നും അല്ലാതെ ഒരു വലിയ എനിക്ക് തോന്നുന്നു ആർക്കും അത്ര വലിയൊരു ക്രൈറ്റീരിയ അല്ല. ഒരു നല്ല പ്രോജക്റ്റ് റോഹന് വന്നാൽ തന്നെ ചെലവ് കുറച്ച്, ക്യാഷ് കുറച്ച് കുറവാണ് കിട്ടുന്നത്, റെമ്യൂണറേഷൻ കുറവാണ്, റോഹൻ ചെയ്യില്ലേ? നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ നല്ല പ്രൊജക്റ്റ് ആണെന്ന് തോന്നിയില്ലെങ്കിലും ഈ ഒരു വർക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഹിറ്റ് ആവാൻ ഉറപ്പുള്ള അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ ഡയറക്ടർക്കോ ഒക്കെ ബോധ്യമുള്ള ഒരു സിനിമയായിരിക്കാം. പക്ഷെ ഒരു ആദ്യ അതിന്റെ കാഴ്ചയിലോ അല്ലെങ്കിൽ വായിച്ചതിലോ അങ്ങനെ തോന്നിയില്ലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം കുറഞ്ഞതിന്റെ പേരിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ചെയ്ത് കാണും ചിലപ്പോ. ഓർത്തെടുക്കുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും സിനിമ? ഇല്ല. ആ സമയത്ത് when I was doing films in Kerala, എനിക്ക് ഒത്തിരി ഓഫേഴ്സ്, കുറേ പടങ്ങൾ ചെയ്തു, കുറേ വർക്ക് ചെയ്തു, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. പക്ഷെ ഇറ്റ്സ് അത്ര വലിയ സിറ്റുവേഷൻ അല്ല, അത് മൈനർ സിറ്റുവേഷൻ ആണ്. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ ആ പടം ചെയ്തില്ലെങ്കിൽ ആ പടം നിൽക്കുവോ, അല്ലെങ്കിൽ അവര് ഡയറക്ടർ പടം ഉപേക്ഷിച്ചു പോകും, അങ്ങനെയൊന്നും നടക്കില്ലല്ലോ. പടം വിൽ ഗോ ഓൺ, ലൈഫ് വിൽ ഗോ ഓൺ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അത്ര വലിയ ഫാക്ടർ അല്ല എന്ന്. ഇറ്റ്സ് ഓക്കെ, എല്ലാവരും ചെയ്യും, എല്ലാ ആർട്ടിസ്റ്റും ചെയ്യും. അങ്ങനെ വലിയ ആർട്ടിസ്റ്റ് അമിതാഭ് ബച്ചൻ ഓൾസോ ഡസ് ഇറ്റ്. അഭിനയ ട്രാക്കിൽ പോയി ആങ്കറായി, പോകെ പിന്നെ നമ്മൾ കുറേ കണ്ടത്, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ കേട്ടതും വാർത്തകളിലൊക്കെ മോഡലിങ്ങിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയൊക്കെ ആയിരുന്നു അല്ലേ? ഒരു പക്ഷേ ഇത്തരം അനുഭവങ്ങളിൽ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എന്നതിൽ ഇത്രത്തോളം സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ എന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അല്ലെ, ഈ ചരിത്രത്താളുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഫോട്ടോഷൂട്ടും ടോപ്ലെസ് ഫോട്ടോഷൂട്ടും ഒക്കെ ആയിരുന്നു ഇത്രയും വിവാദമായിരുന്നു. ഒറ്റ ചോദ്യം, ടോപ്ലെസ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെയും നമ്മുടെ ഇന്ത്യയിലത്തെ എത്രയോ നമ്മൾ അമ്പലങ്ങളൊക്കെ പൊട്ടിച്ചു വിടണ്ടേ? കൊത്തുപണികളൊക്കെ, ആർക്കിടെക്ചർ, നമ്മുടെ ആർക്കിടെക്ചർ ഒന്ന് നോക്കൂ, നിങ്ങൾ തന്നെ പറയൂ, തെറ്റാണോ? അതിൽ പിന്നീട് കുറ്റബോധം തോന്നിയിട്ടില്ല? പറയുന്ന വിവാദങ്ങളിൽ നിന്നുള്ള രീതിയിലേക്ക് തിരിച്ചു പറയാനുള്ള ഒരു എന്താ? ഞാൻ രോഹനോട് ഒരു കാര്യം ചോദിക്കാം, എന്തിനെനിക്ക് കുറ്റബോധം തോന്നും? വൈ? എന്താ കാരണം? തോന്നാനുള്ള കാരണം എന്താണ്? എപ്പോഴെങ്കിലും പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള റിയാക്ഷനോ അവരുടേതായിട്ടുള്ള റെസ്പോൺസോ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അവരെ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ പേരൻസിനെ ഇതിൽ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എൻ്റെ ഫോട്ടോഷൂട്ടാണ്. അത് കാരണം എനിക്ക് ഒരുപാട് കുറ്റബോധമല്ല. പ്രേക്ഷകര് ഫാമിലി ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നതിന്റെ പേരിലല്ല ഞാൻ ചോദിക്കുന്നത്. അതല്ലാതെ ഒരു മകൾ എന്ന നിലയിൽ പാരന്റ്സ് സംസാരിക്കേണ്ട വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് റീതിങ്ക് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആ സമയത്ത് ഞാൻ ചെയ്തത് എൻ്റെ പേരൻസിന് ഇത്രയും ഹേർട്ട് ആവും, അവർ അപ്രൂവ് ചെയ്യില്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോർ സം ടൈം. He didn't speak to me. He was very, very upset. Amma was very upset. അപ്പോൾ അത്രത്തോളം അവർ റിയാക്ട് ചെയ്യും എന്ന്, അത്രത്തോളം അവർക്ക് മനസ്സിൽ തട്ടും എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. That was a mistake on my part. ആ ഭാഗം was a mistake. But ഞാനിപ്പോഴും I support my work. ആ ടോപ്ലെസ് ചെയ്തത്, it was beautiful. It was aesthetic. എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യ, DNA, അപ്പോൾ DNA എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യ, ബോംബെ ടൈംസ്, എല്ലാവരും ആർട്ടിക്കിൾസ് എഴുതി, ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ, ദിസ് മോഡൽ ഫ്രം കേരള ഹാസ് ഡൺ ദിസ് ആൻഡ് ഇറ്റ്സ് ഗോൺ.
ആ സമയത്ത് വൈറൽ എന്ന് വെച്ചാൽ അപ്പോൾ ഇൻസ്റ്റഗ്രാം, ഐ തിങ്ക് ഇൻസ്റ്റഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഐ തിങ്ക് സോ ഫേസ്ബുക്ക് അവിടെ ആയിരുന്നു വൈറൽ ഫേസ്ബുക്ക് ആയിരുന്നു ഫേസ്ബുക്ക് ആയിരുന്നു ഇറ്റ് വാസ് ഗെറ്റിംഗ് വൈറൽ. ആൻഡ് ന്യൂസ് ആർട്ടിക്കിൾസിലൊക്കെ വന്നു, അത്തരത്തിൽ വൈറലായിരുന്നു. സോ അവരും കോണ്ടാക്റ്റഡ് മീ, ഞാൻ ഇൻ്റർവ്യൂസ് കൊടുത്തു. ആൻഡ് ദേ സെഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് എസ്തെറ്റിക് ഷോട്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം ഇവൾക്ക് പണിയില്ല. ഇവളിപ്പോൾ എന്തൊക്കെയാണ് കമൻസ് കിട്ടിയത്, ഇവൾക്ക് ശ്രുതിമേനോനെ അറ്റൻഷന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, കുറേ കളിയാക്കി.